അയ്യപ്പസ്വാമിക്ക് മുടങ്ങാതെ ഗാനാർച്ച സമർപ്പിക്കണം. തന്റെ ഏറ്റവും വലിയ ആഗ്രഹം പങ്കുവയ്ക്കുകയാണ് പത്തനംതിട്ട പെരുന്നാൾ സ്വദേശിനിയായ ബാലിക ഇസബേൽ വി പ്രശാന്ത്. 2 തവണ മാളികപ്പുറമായി ശബരിമല സന്നിധാനത്തും തുടർന്ന് 13 തവണ പമ്പയിലും അയ്യന് സംഗീതാർച്ചന സമർപ്പിച്ചിട്ടുണ്ട്. 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഈ കൊച്ചു ഗായിക നമുക്ക് കാണാം. തേടിവരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി. വാടി വീഴും പൂവുകളിൽ തുയിലുണർത്തും സ്വാമി, വെള്ളിമണി ശ്രീകോവിലിൽ വാണരുളും സ്വാമി. അയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി. അയ്യപ്പ സ്വാമിയാണ് ഇസബേലിന് എല്ലാം. കുഞ്ഞിലെ മുതൽ അയ്യപ്പ ഭക്ത. സന്നിധാനത്ത് പോണം, അയ്യപ്പ സ്വാമിയെ കാണണം, ആ തിരുസന്നിധിയിൽ പാടണം. ഇസബേലയുടെ ഈ ആഗ്രഹം 2 വർഷം മുൻപ് സാധിച്ചു. 2 തവണ അയ്യപ്പ സന്നിധിയിൽ ഗാനാർച്ചന നടത്തി. പിന്നീട് പമ്പ ഗണപതി കോവിലിന് മുന്നിൽ ആഞ്ജനേയ ഓഡിറ്റോറിയത്തിൽ 13 തവണയും പാടി. ചവിട്ടി ഉള്ളിൽ വില്ലൊടിച്ചാൻ പാട്ടുപാടി കിളിയുണർത്തി. കല്ലുമല മുള്ളുമല മലകൾ ചവിട്ടി ഉള്ളിൽ വില്ലൊടിച്ചാൻ പാട്ടുപാടും കിളിയുണർത്തി. കണ്ണുനീരും കയ്യുമായി ഞാൻ എവിടെ വന്നെത്തി, എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നേൻ. അയ്യപ്പ സ്വാമി, അഭയമയ്യപ്പ സ്വാമി. 9ാമത്തെ വയസ്സിലാണെങ്കിൽ ഞാൻ ശബരിമല പോയി പാടി. ഒരു ഡിസംബർ മാസത്തിലായിരുന്നു. പിന്നെ ഫെബ്രുവരി ആയപ്പോൾ പിന്നെ ഒന്നുകൂടെ പാടി. അന്നേരം രണ്ടാമതും ആദ്യമായി പാടിയപ്പോഴും എൻ്റെ അടുത്ത് വന്ന് ആരോ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അത് അയ്യപ്പനായിരുന്നെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. അത് പിന്നെ ഞാൻ മുടങ്ങാതെ പമ്പേ വന്ന് പാടാൻ തുടങ്ങി. വരുന്ന 41 വിളക്കിനും ഞാൻ പോകുന്നുണ്ട് പാടാൻ. അതൊരു നേർച്ച പോലെയാണ്. എനിക്ക് പാട്ട് പാടി കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇത് നിൽക്കാതെ മുടങ്ങാതെ എനിക്ക് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, ഒരിക്കലും നിർത്താതെ. അപ്പോൾ 41 വിളക്കിന് എനിക്ക് പാടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ആഗ്രഹം മാത്രമല്ല, എനിക്ക് അവിടെ പാടണം. പിന്നെ ഞാൻ ഈ 41 വിളക്കിന് പോയി പാടും. അതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. പിന്നെ അയ്യപ്പനോടുള്ള ഇഷ്ടം ഭയങ്കരമാണ്. ഒട്ടനവധി സംഗീത മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി പുരസ്കാരങ്ങളും ഈ കൊച്ചുമിടുക്കി സ്വന്തമാക്കിയിട്ടുണ്ട്. ഇസബേലിന്റെ ആഗ്രഹങ്ങൾക്ക് കൂട്ടും പ്രോത്സാഹനവും അമ്മ ആശാ പ്രശാന്താണ്. കുട്ടിയുടെ പിതാവ് പ്രശാന്ത് 3 വർഷം മുൻപ് മരണപ്പെട്ടു. ദമ്പതികളുടെ 3 മക്കളിൽ ഏറ്റവും ഇളയാളാണ് ഇസബേൽ. മാളികപ്പുറം സിനിമ കണ്ടതു മുതൽ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ആഗ്രഹവും പറയുകയാണ് ഇസബേൽ. തന്റെ ജീവിതവുമായി ഈ സിനിമയ്ക്ക് ഏറെ സാമ്യമുണ്ടെന്നും ഇസബേലയുടെ നിഷ്കളങ്കത നിറഞ്ഞ വാക്കുകൾ. കാരണം അത് എൻ്റെ കഥ പകർത്തി വെച്ച മാതിരിയാണ് ഇരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയാണ് 8ാം വയസ്സിലാണ് എൻ്റെ അച്ഛൻ മരിച്ചതും. ഈ അപ്പം മുതൽ എനിക്ക് ആഗ്രഹമാണ് ഉണ്ണിമുന്തൻ സാറിനെ കാണണമെന്നും സെൽഫി എടുക്കണമെന്നും ഭയങ്കര ആഗ്രഹമാണ്. അന്ന് ഷൂട്ടിങ്ങിന് ഞാൻ പോയി കണ്ടായിരുന്നു. പക്ഷേ സാറാണെങ്കിൽ അന്ന് ക്ഷീണിതനായിരുന്നു. അപ്പം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു, തിരിച്ചു വന്നു. പക്ഷേ ഈ കഥ എൻ്റെ ജീവിതത്തിൽ സാമ്യമുള്ളതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കണ്ടപ്പോൾ പോലെ എനിക്ക് ഇതുപോലെ എനിക്കൊരു ചേട്ടനുണ്ടായിരുന്നു, രാജേഷ് ചേട്ടൻ. ആ ചേട്ടനാണ് എന്നെ ഇതുപോലെ കൊണ്ടുപോയത്. അയ്യപ്പൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയത് ആ ചേട്ടനാണ്. അന്ന് ആദ്യമായിട്ട് പോകുമ്പോൾ ഞാനും എൻ്റെ മാമച്ചനും വല്യമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ രാജേഷ് ചേട്ടൻ്റെ കൂടെയാണ് പോയത്. എൻ്റെ ഏറ്റവും മൂത്ത എണ്ണം ഉണ്ടായിരുന്നു. അന്ന് ആദ്യമായിട്ട് പോയപ്പോൾ കന്യാസ്വാമിയുടെ പോയപ്പോൾ ശരം കുത്തി അങ്ങനെ പോയായിരുന്നു. പിന്നെ എനിക്ക് ഈ സിനിമ കണ്ട് പിന്നെ എനിക്ക് അയ്യപ്പനെ കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമായി. ഭയങ്കര ഇഷ്ടമാണ് അയ്യപ്പനെ. പിന്നെ ഈ സിനിമ എൻ്റെ ജീവിതമാണെന്ന് പറഞ്ഞാൽ അപ്പം അമ്മ ഇത് കണ്ടിട്ടില്ലായിരുന്നു. 1 വർഷത്തോളം കഴിഞ്ഞപ്പോൾ അമ്മ അത് കണ്ടപ്പോഴാണ് പറഞ്ഞത്. അമ്മ പറഞ്ഞു ഇത് കുഞ്ഞിൻ്റെ ജീവിതമായിട്ട് സാമ്യമുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അച്ഛനെ പറ്റി ഓർമ്മ വരുമ്പോൾ ഉള്ളൊരു പാട്ടുണ്ട്. രാജീവ് ആലങ്കൽ സാർ എഴുതിയൊരു പാട്ടാണിത്. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ആ മരത്തണലിലുറങ്ങാൻ. ഇനിയും കാതോർത്തു ദൂരെ നിൽക്കാം ഞാൻ അച്ഛൻ്റെ പിൻവിളി കേൾക്കാം.
വൃശ്ചികക്കാറ്റുപോൽ എന്നെ തലോടിയ പിച്ചകപ്പൂവായുണരാം ഞാൻ കൊച്ചരിപ്രാവായി പറക്കാം ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ആമരത്തണലിലുറങ്ങാം. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.